എന്താണ് ഈ കറുത്തച്ഛനൂട്ട് എന്ന് പറയുന്നത്? ശരിക്കും സാത്താസേന, അതായത് ബ്ലാക്ക് മാജിക് തന്നെ. ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് പുറം രീതിയിലാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ കറുത്തച്ഛനൂട്ടത്ത് പറയും ഇച്ചിരി അപകടപരമായിട്ടുള്ള കാര്യങ്ങളാണത്. അതിൽ പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക? പെട്ട് കഴിഞ്ഞാൽ വയലന്റ് ആയിരിക്കും, ഏതെങ്കിലും മൂലക്കൊക്കെ ഇരിക്കുന്നതാണ്. പിള്ളേരൊക്കെ അതിനകത്ത് പോയി പെട്ട് കഴിഞ്ഞാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ അവർ പ്രേതങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രേതമല്ല, ആത്മാവിനോടാണ് സംസാരിക്കുന്നത്. പ്രേതം എന്ന് വെച്ചാൽ മരിച്ച ശവമെന്നാണ്. ഈ പ്രേതബോധ വിഷയം ഉണ്ടാകുന്നവർക്കും കാലിന് കംപ്ലീറ്റ് ചെയ്യും. ഈ വിഷ്ണുമായൻ ഇതിൽ ഒരുപാട് ദേവസ്ഥാനങ്ങളുണ്ടല്ലോ, ഈ ആൻസിസ്റ്റർ ആയിട്ടുള്ള പഴയ ആയിട്ടുള്ള ദേവസ്ഥാനങ്ങളുണ്ട്. അവിടെ ഇതുപോലെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ പോകുമ്പോൾ അത്രയും ഭീകരമായിട്ടുള്ളൊരു തുകയാണ് അവർ പറയുന്നത്. അത് അവരുടെ ബിസിനസ്സാണ് അവിടെ നടക്കുന്നത്. അവരുടെ ബിസിനസ് പരമായിട്ട് നടക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ കൊടുക്കാൻ നിന്നിട്ടല്ലേ അവർ മേടിക്കാൻ നിൽക്കുന്നത്. അതായത് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രമാണെങ്കിലും ശബരിമലയാണെങ്കിലും ഈ പറയുന്ന മെയിൻ പഴയ പുരാതനപരമായിട്ടുള്ള ക്ഷേത്രങ്ങളെല്ലാം ഉപാസകനാണ്. ഒരു ഉപാസകൻ്റെ കീഴിൽ അവൻ വെച്ചാരാധിച്ചിരുന്ന കല്ല് വെച്ചാരാധിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ വലുതായി വന്നപ്പോൾ ബ്രാഹ്മണന്മാരും വലിയ സമൂഹത്തിലുള്ള ഉന്നതന്മാരും കൈവശം പിടിച്ചെടുത്തു. നമ്മൾ പ്രാർത്ഥിക്കേണ്ട നമ്മുടെ പ്രശ്നങ്ങളായിട്ട് ഇപ്പോൾ വിഷമായൊക്കെ പ്രാർത്ഥിക്കുന്ന ചിലവർ വന്നിട്ട് അതിൻ്റെ മൂലമന്ത്രം തരുമോയെന്നൊക്കെ ചോദിക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മൂർത്തിയുടെ അടുക്കുക ഞാൻ ഇന്നൊരു കാര്യത്തിനാണ് വന്നത്, എനിക്ക് ധനവും സമ്പാദ്യവും തരണം, എനിക്ക് രോഗപീഠയിൽ നിന്ന് ഒഴിവ് ചെയ്ത് തരണം, അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. അത് എല്ലാ മൂർത്തിക്കും അങ്ങനെ തന്നെ.